മഹാവീര ജയന്തി. ജൈനമതത്തിലെ 24ാമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനായ ഭഗവാൻ മഹാവീരന്റെ ജയന്തിയാണിന്ന്. ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ജൈന സമൂഹം ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ഇത്. BC 599 ചൈത്രമാസത്തിലെ 13ാം ചന്ദ്രദിനത്തിലായിരുന്നു മഹാവീരന്റെ ജനനം. ബീഹാറിലെ വൈശാലിയിൽ കുന്ദഗ്രാമത്തിലെ രാജാവായിരുന്ന സിദ്ധാർത്ഥന്റെയും ത്രിശാല രാജ്ഞിയുടെ മകനായി ഇക്ഷ്വാകു വംശത്തിലെ ജ്ഞാത്ര വംശത്തിലാണ് മഹാവീരൻ ജനിച്ചത്. അതിനാൽ മഹാവീരനെ വർദ്ധമാനൻ എന്ന പേരും നൽകി. 30ാമത്തെ വയസ്സിൽ കുടുംബം ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസ ജീവിതം സ്വീകരിച്ചു. 24 തീർത്ഥങ്കരന്മാരിലൂടെയാണ് ജൈന തത്വസംഹിത വളർന്നത്. എങ്കിലും അവസാനത്തെ തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരന്റെ കാലത്താണ് ഇതൊരു മതം എന്ന നിലയ്ക്ക് വളർന്നത്. തന്റെ മുൻഗാമികളുടെ മാർഗനിർദ്ദേശം ഉൾക്കൊണ്ട് ആ വിശ്വാസങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു മഹാവീരൻ. പാർശ്വനാഥ തീർത്ഥങ്കരന്റെ തത്വങ്ങളെയും വചനങ്ങളെയുമാണ് അദ്ദേഹം പ്രധാനമായും പിന്തുടർന്നത്. സന്യാസികളും സാധാരണക്കാരുമായി അദ്ദേഹത്തിന് 4 ലക്ഷത്തോളം അനുയായികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും ദൈവത്തെ ആരാധിക്കുന്നത് അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു. ആത്മാവിന്റെ ആന്തരിക സൗന്ദര്യത്തിനും അർത്ഥത്തിനുമായിരുന്നു മഹാവീരൻ പ്രാധാന്യം നൽകിയിരുന്നത്. വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സകല ലൗകിക വസ്തുക്കളും ത്യജിച്ചുകൊണ്ടാണ് മഹാവീരൻ സന്യാസ ജീവിതത്തിലേക്ക് തിരിഞ്ഞത്. ഗൗതമ സിദ്ധാർത്ഥന്റെ സമകാലികനായിരുന്നു മഹാവീരൻ.